ഹായ്, ഞാനും അച്ചൂസും അത് ടിക്കറ്റാ. ഞാനും അച്ചൂസും കൂടി സിനിമയ്ക്ക് വന്നിരിക്കുക കേട്ടോ. എൻ്റെ ഓഫീസിലൊരു കുട്ടി അവരുടെ ഫാമിലിയും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗോളിക്കട വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി, 6:30-ക്കല്ലേ സിനിമ തുടങ്ങുള്ളൂ. പനി മാറിയിട്ടൊന്നുമില്ല. എ സിയിൽ പോയിരുന്ന എന്തെങ്കിലും ആവുമെന്ന് എനിക്കറിയില്ല. ആവട്ടെ, സിനിമ കണ്ടിട്ട് പോവാം. ARM സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഗൂളിക്കടവിലൊരു പള്ളിയുണ്ട്. എപ്പോഴും ബസ്സിൽ പോകുമ്പോൾ വിചാരിക്കും അവിടെ ഒന്ന് കയറണം എന്ന്. ഇപ്പം ഞങ്ങളതിൻ്റെ മുന്നിലുണ്ട് കേട്ടോ. അപ്പോൾ സിനിമ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആ പള്ളിയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ നമ്മൾ പള്ളിയുടെ എൻട്രൻസ് പറയുന്നത്. എൻട്രൻസ് തന്നെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. വേണ്ട, നമ്മുടെ അടുത്ത് മെഴുകുതിരിയും ഇല്ല, തീപ്പട്ടിയും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ കത്തിക്കുന്നത് നമുക്ക് അറിയൂലായിരുന്നു കേട്ടോ. ഇതാണ് പള്ളി. 2 വഴി കാണുന്നുണ്ട്. ഇത് കൂടി സ്റ്റെപ്പും കയറി പോകാനുള്ള വഴിയുണ്ട്. ഇത് റോഡും കാണുന്നുണ്ട്. അപ്പോൾ ഏത് കൂടെ പോകണ്ടെന്ന് എനിക്ക് അറിയില്ല. ഏതിയാ റോഡ് വഴിയാ? അപ്പോൾ ഇവൻ പറഞ്ഞു റോഡ് വഴി പോവാന്ന്. എന്നാൽ പോയി നോക്കാം. സ്റ്റെപ്പ് കയറണമെങ്കിൽ നല്ല ഭംഗിയിൽ കൈവരിയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. തൊണ്ട പിടിച്ചിരിക്കുകയാണ്, വർത്തമാനം പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെന്താ പേരച്ചോ? കൽവിളക്കോ ആണോ? കുരിശ് വിളക്കോ? എന്താ പേര് പറയാ? നമ്മുടെ അച്ചു പറഞ്ഞു നമുക്ക് ഈ റോഡ് കൂടി കയറി പോവാന്ന്. എന്നായിക്കോട്ടെ, റോഡ് കൂടി കയറി പോവാം. അവനത് വണ്ടി വരുന്നേ നോക്കണേ, വണ്ടി വരുമല്ലേന്ന് അറിയില്ല. ഇവിടെ എനിക്ക് നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലുണ്ടോ. അതൊക്കെ സിമെൻ്റ് ആയിരിക്കും തോന്നുന്നു, മരം എന്തായാലും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ. എന്താ പുല്ലൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു മാതാവിൻ്റെ പ്രതിമയും ഉണ്ട്. പോയേക്കാ. ഓ, അവിടെ പ്രാർത്ഥിക്കാൻ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലോ അവിടെ വരുന്നത്. ആരും കാണാനൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ. വന്ന് നോക്കിയാൽ നരസിമുക്ക് മലയൊക്കെ കാണാം കേട്ടോ. ആ നരസിമുക്ക് മലയിലെ ആൾക്കാരച്ച്. ഓ, ഈ റോഡ് കണ്ട് കയറി വന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വാഹനങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. അതായത് കയറിയതിനല്ല, പനി പിടിച്ച് കഫക്കെട്ടിൻ്റെ ചുമയും ഉണ്ട്. അപ്പോൾ വർത്തമാനം ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അതാണ്. കാക്കയുടെ അത് അതല്ല വെച്ചതാ. പള്ളി ശരിക്കും അടുത്തുനിന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു കാക്ക അതിൻ്റെ അറ്റത്തിരിക്കണം, സ്റ്റാറിൻ്റെ. വലിയ ഡോറ് തുറന്നിട്ടില്ല, പക്ഷെ അപ്പുറത്തെ ഒരു ഡോറ് തുറന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇവിടെ വേണമെങ്കിൽ നമുക്ക് പോയി നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. ചെടി, അവന് ചെടികളൊക്കെ ഇഷ്ടമായി, അതാണ് അവൻ നോക്കണത്. ഇത് നല്ല രസമുണ്ടല്ലോ. മുള്ളമ്പന്നിയാ? ഉണ്ട്. പള്ളിക്ക് അകത്ത് കയറാതെ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി പ്രാർത്ഥിച്ചിട്ടാ. ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് എന്നും ഒരേ കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. എവിടെ പോയാലും അത് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെയും പ്രാർത്ഥിച്ചത്. എന്താണെന്ന് പുറത്ത് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ഇനി പതുക്കെ ഇറങ്ങട്ടെ കേട്ടോ. ഏകദേശം സമയമായി തുടങ്ങി. അതൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പം എന്നാ അതൊന്നും അറിയില്ല. അപ്പം എന്നാ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ. ARM സിനിമയാണ്.
അത് 6:30 തുടങ്ങുള്ളൂ. വല്ലത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിയിട്ട് മെല്ലെ സിനിമയ്ക്ക് പോട്ടെ. അപ്പോൾ ഓക്കെ, ടാറ്റാ.